ഇടുക്കിയിൽ പൈനാവ് സ്വദേശി അന്നക്കുട്ടിയെയും 2.5 വയസ്സുള്ള ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച പ്രതി പിടിയിലായിരിക്കുന്നു. ബോഡിമെട്ടിൽ നിന്നാണ് പ്രതി സന്തോഷ് പിടിയിലായത്. അന്നക്കുട്ടിയുടെയും മകൻ ലിൻസിന്റെയും വീടുകൾ ഇന്നലെ പ്രതി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ജെയിൻ എസ് രാജു വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ജെയിൻ, രാവിലെ ഈ വീടിന് തീ ഇട്ടു എന്നുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ പ്രതി പിടിയിലായിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി വരികയാണ്. എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത്? അക്ഷയ, ഇന്ന് രാവിലെ ബോഡിമെട്ടിന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോഡിമെട്ടിന് സമീപത്ത് വെച്ചിട്ടാണ് ഈ പ്രതി സന്തോഷ് പിടിയിലായത്. രാവിലെ ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ വീടും ഇതിന് സമീപത്ത് മറ്റൊരു വീടുമുണ്ട്. അത് അന്നക്കുട്ടിയുടെ അവരുടെ ഉടമസ്ഥതയിലുള്ള വീടാണ്. ഞാൻ എൻ്റെ പിന്നിൽ കാണുന്നത് അവരുടെ മകൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഈ 2 വീടുകൾക്ക് നേരെയുമാണ് ഇന്ന് പുലർച്ചെ ആക്രമണമുണ്ടായത്. മനഃപൂർവ്വം തീ കത്തിച്ച് വീടിനുള്ളിലേക്ക് ഇടുകയായിരുന്നു. ഈ നാട്ടുകാർ പറയുന്നത് അതൊരു കൊലപാതക ശ്രമം ആണ് എന്നുള്ളതാണ്. ജൂൺ 5-ാം തീയതിയാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്ന അന്നക്കുട്ടിയെയും അവരുടെ കൊച്ചുമകൾ ലിയയെയും ഇതേ പ്രതി ആക്രമിക്കുന്നത്. അന്നും പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് തീ കൊളുത്തി കൊലപ്പെടുത്താനായിരുന്നു ശ്രമം. അന്ന് നാട്ടുകാർ ആണ് അവരെ രക്ഷപ്പെടുത്തിയത്. കഴിഞ്ഞ 12 ദിവസമായി അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അന്നക്കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. ഇപ്പോൾ പ്രദേശവാസിയായിട്ടുള്ള സാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു ഇവിടെ? ഭീഷണി എന്ന് പറയാൻ നമുക്കില്ല. നമുക്ക് കഴിഞ്ഞ ജൂൺ 5-ാം തീയതി മുതലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതായിട്ട് അറിയത്തുള്ളൂ. ഈ 5-ാം തീയതി വന്നു ഇവര് ശരിക്കും കൊലപാതക ശ്രമം തന്നെ അതും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് 2 വയസ്സ് പ്രായമുള്ള കൊച്ചിന്റെ മേത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാതെ കൊലപാതക ശ്രമമാണല്ലോ. അതെന്താണെങ്കിലും അവരിപ്പോ ഓൾറെഡി ഹോസ്പിറ്റലാണ് ഉള്ളത്, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അമ്മ ശരിക്കും വെന്റിലേറ്ററിലാണ്, മോള് നോർമലായി വരുന്നു ICUസിൽ അവിടെ ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഇപ്പൊ അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഇല്ല. ഇവിടെ വീട് അടച്ചിട്ടിട്ട് നിൽക്കുക. അവർ ആശുപത്രിയിലാണുള്ളത്. ആ സമയത്ത് ഇന്ന് വെളുപ്പിനെ ഒരു 3-3:45 മണി സമയത്ത് എന്റെ മരുവഞ്ചർന്നിലെ പന്നി ഫാമിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയായിട്ട് വരുമ്പോൾ വീടിന് തീ കത്തുക. ആളില്ലെന്നുള്ളത് അറിയാം. വീടിന്റെ അവിടെ നിന്ന് തീ കണ്ടുകൊണ്ട് വണ്ടി കടന്നു പോയതാണ്. വണ്ടി ചവിട്ടി കാലത്ത് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ തീ കത്തുന്നു. അവിടെ ഉടനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ ആളുകളെ വിളിച്ചു കൂട്ടി കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ അറിഞ്ഞ് പെട്ടെന്ന് എത്തുന്നത്. ഇപ്പൊ എന്താണെങ്കിലും ഇപ്പൊ കണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആളുണ്ടെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ അവൻ കിടക്കുന്ന കട്ടലിലേക്കാണ് ഈ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചിരിക്കുന്നത്. ശരിക്കും ഇപ്പൊ നടക്കുന്നതും ശരിക്കും കൊലപാതക ശ്രമം അല്ലെ കൊലപാതകം തന്നെ എന്ന് വേണേൽ പറയാം. കാരണം ആളില്ലാത്തത് കൊണ്ടാണ്. ആളുണ്ടെങ്കിൽ ഓൾറെഡി സംഭവിച്ചു പോയേനെ. എന്നാണെങ്കിലും ഒരു പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ള പ്രതിയെ കിട്ടി എന്നിങ്ങനെ ഇപ്പൊ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നു. കിട്ടിയില്ലെങ്കിൽ പോലും ഇപ്പൊ 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഈ സംഭവം. ഇതുവരെ 2 വയസ്സുള്ള കൊച്ചിന്റെ നേരെ ഇങ്ങനെ ആക്രമണം നടന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് അതിയായ വിഷമവും ബുദ്ധിമുട്ടും അമർഷവും ഉണ്ട്. ഈ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 12 ദിവസമായി പോലീസ് ഈ പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തുകയാണ്. പക്ഷേ തമിഴ്നാട്ടിലടക്കം കടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അതനുസരിച്ച് പോലീസ് തമിഴ്നാട്ടിലടക്കം പോയി പരിശോധന നടത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് അല്ലെങ്കിൽ ഈ സംഭവം നടന്ന ഈ ആക്രമണം നടന്ന സ്ഥലത്തേക്ക് വീണ്ടും പ്രതി എത്തുകയും അവിടെ മറ്റൊരു ആക്രമണം നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം പ്രതിയെ 10 ദിവസമായി 2 വയസ്സുള്ള കുട്ടിയെ ആക്രമിച്ച ഈ കൊലപാതക ശ്രമം നടത്തുന്നു, അവരുടെ അവസ്ഥ ഗുരുതരാവസ്ഥയിലാണെന്നുള്ള കാര്യം പറയുന്നു. ഇപ്പൊ വീടിന് തീയിടുന്നു. എന്തിനാണ് ഇയാൾ ഇത്രയും ക്രൂരമായി അല്ലെങ്കിൽ ഇത്രയും ഒരു പകയൊക്കെ എന്താണ് ഈ കുടുംബത്തിനോട് ഇയാൾക്കുള്ളത്? എന്തിനാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? എന്താണ് അക്ഷയ്, ഇതിന് പിന്നിലുള്ള കാരണം കുടുംബ പ്രശ്നമാണ്. ഈ അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവാണ് ഈ സന്തോഷ് എന്ന് പറയുന്ന പ്രതി. ഇയാളും ഇയാളുടെ ഭാര്യയും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ വിദേശത്താണുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തർക്കവും വൈരാഗ്യവും ഒക്കെയാണ് ഇത്തരം ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ല. കുടുംബ പ്രശ്നം തന്നെയാണ് ഈ ആക്രമണത്തിന് കാരണം. എന്തായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. കമ്പംമേട്ടിൽ ബോഡിമെട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ പ്രതിയെ പിടികൂടിയത്. ഇതിനു മുമ്പ് പ്രതി പിടിയിലായിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാനുള്ളത്. ജെയിൻ എസ് രാജു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു.